മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. മേലാറ്റൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി NREG വർക്കേഴ്സ് യൂണിയൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യൂണിയൻ മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ചും ധർണയും യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂലി കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, മിനിമം കൂലി 600 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. കൂലിക്കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ലേബർ ബജറ്റ് വെട്ടിച്ചുരുക്കരുത്, മിനിമം കൂലി 600 രൂപയാക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, തൊഴിലിടങ്ങളിൽ സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NREG വർക്കേഴ്സ് യൂണിയൻ മേലാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റി പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. സാധാരണക്കാരായ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ കോമൺ മിനിമം പ്രോഗ്രാമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷം ശക്തമായിട്ടുള്ള രീതിയിലുള്ള ചില ഡിമാൻഡുകൾ ഉന്നയിക്കുകയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്താകമാനം നടപ്പാക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തുടക്കത്തിൽ 200 ജില്ലകളിലാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. പിന്നീട് അത് രാജ്യത്തെ മുഴുവൻ ജില്ലകളിലും ഈ പദ്ധതി വ്യാപകമായ രീതിയിൽ നടപ്പാക്കി. ആ പദ്ധതി തീരുമാനിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തൊഴില് അപേക്ഷ കൊടുക്കണം, അപേക്ഷ കൊടുത്താൽ നിശ്ചയ ദിവസത്തിനകം അവർക്ക് തൊഴിൽ കൊടുക്കണം, തൊഴിൽ കൊടുക്കാൻ താമസിച്ചാൽ അവർക്ക് അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം, അതോടൊപ്പം തന്നെ തൊഴിലെടുത്താൽ അതിന്റെ കൂലി 14 ദിവസത്തിനകം കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കണം. അത് കൊടുത്തില്ലെങ്കിൽ ആരാണോ അത് കൊടുക്കാൻ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥൻ അവരിൽ നിന്ന് അത് ഈടാക്കി തൊഴിലാളിക്ക് കൊടുക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ആ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ നിയമത്തെ ഒക്കെ തന്നെ കാറ്റിൽപ്പെടുത്തിക്കൊണ്ടാണ് ഒന്നാം UPA സർക്കാരിൽ ഇടതുപക്ഷത്തിനുള്ള പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ആ പിന്തുണ പിൻവലിച്ച സാഹചര്യത്തിൽ രണ്ടാം UPA സർക്കാർ വന്നപ്പോൾ കോൺഗ്രസ് തന്നെ ഈ പദ്ധതിയെ തകർക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തുകയുണ്ടായി. യോഗത്തിൽ NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി VE ശശിധരൻ, KT മുഹമ്മദ് ഇക്ബാൽ, കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം K സുഗുണപ്രകാശ്, K ഉദയവർമ്മനുണ്ണി, N ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.